അതിഗുരുതരമായ വീഴ്ചയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്നലെ ഉണ്ടായത്. രാവിലെ 10:30 ഇത്തരത്തിൽ അപകടം നടക്കുന്നു. അപകടം നടന്ന ഒരു 15 മിനിറ്റിനുള്ളിൽ പോലീസും ഫയർഫോഴ്സും നമ്മൾ ഉൾപ്പെടുന്ന മാധ്യമപ്രവർത്തകരുടെ സംഘം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അവിടേക്ക് എത്തുന്നു. എന്നാൽ ഈ 2 മണിക്കൂർ ആകുന്ന സമയം പോലും ഫയർഫോഴ്സോ പോലീസോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് കടന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വീഴ്ച എന്ന് പറയുന്നത്. അപകടം നടന്ന് അരമണിക്കൂറിനുള്ളിൽ തന്നെ മന്ത്രിമാരായ VN വാസവനും വീണ ജോർജും ഈ അപകട സ്ഥലത്തേക്ക് എത്തുന്നു. അവരുടെ ആദ്യത്തെ പ്രതികരണം എന്ന് പറയുന്നത് 3 പേർക്ക് ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്, മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഈ കെട്ടിടം എന്ന് പറയുന്നത് അങ്ങനെ ആരും പോകാത്ത കെട്ടിടമാണ്, പഴയ സാധനങ്ങളൊക്കെ തന്നെ സൂക്ഷിക്കുന്ന ഒരു കെട്ടിടമാണ്. ഈ അപകടത്തിൽ തകർന്ന കെട്ടിടമെന്ന് പറയുന്നത് മറ്റ് ആരും തന്നെ അവിടെ ഇല്ല, ഈ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ തന്നെ ആരും തന്നെ കുടുങ്ങിപ്പോയിട്ടില്ല എന്ന തരത്തിലൊരു പ്രതികരണം മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നു. സ്വാഭാവികമായും ആ ഒരു പ്രതികരണം ഈ രക്ഷാപ്രവർത്തനത്തെ അത് വളരെ സാവധാനത്തിലാക്കി എന്നതും യാഥാർത്ഥ്യമാണ്. ഒരാൾക്ക് മാത്രമേ ചെറിയ പരിക്ക് അല്ല, അവർ അടച്ചിട്ടിരുന്ന ഉപയോഗിക്കുന്ന കെട്ടിടമാണോ? ഈ കെട്ടിടം ഉപയോഗിച്ചിരുന്നല്ലോ, അടച്ചിട്ടിരുന്നതാണ്. ഇത് അപ്പുറത്ത് വാടപ്പുറത്താണ്. ഈ ഭാഗം അടച്ചിട്ടിരുന്നിടത്ത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വേസ്റ്റൊക്കെ കൊണ്ട് ഡംപ് ചെയ്തിരുന്നത്. ആ സാധനമാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതല്ല. അല്ലല്ല, ഒരു ഗുരുതരമായ പരിക്കാർക്കും ഇല്ല. ഏകദേശം 12:30 ഈ പഴയ കെട്ടിടത്തിൽ നിന്ന് റെസ്ക്യൂ ചെയ്ത് സുരക്ഷിതമായ ഇടത്തിലേക്ക് കൊണ്ടുവന്ന രോഗികളെ ചാണ്ടിയുമ്മൻ MLA സന്ദർശിക്കുന്നു. അവിടെ വെച്ചാണ് ചാണ്ടിയോട് ഇത്തരത്തിൽ ആദ്യമായി തൻ്റെ അമ്മയെ കാണാനില്ല എന്നൊരു പരാതി 20 വയസ്സുകാരി നവമി പറയുന്നത്. ബിന്ദുവിൻ്റെ ഭർത്താവ് ആ സമയത്ത് ഒപ്പമുണ്ടായിരുന്നു. അവിടെ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ ബിന്ദുവിൻ്റെ ഭർത്താവ് ചാണ്ടിയുമ്മൻ MLA പറയുന്നുണ്ട്. പല വഴിക്കാൻ നോക്കണ്ടത്. അപ്പം ഞാൻ ഇവിടെ പല വഴിക്ക് നോക്കി വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് കൊച്ചിന് ഫുഡ് കൊടുക്കണം, മെഡിസിൻ കൊടുക്കണം എന്ന് പറഞ്ഞ് എൻ്റെ ചീട്ടും വീട്ടിൽ മേലോട്ട് വരുമായിരുന്നു. മേലോട്ട് വന്നിട്ട് കൊച്ചിനെ ഫുഡ് കൊടുത്തിട്ട് എനിക്ക് കൊച്ചു പറഞ്ഞത് ബാത്റൂമിൽ പോയി വാഷ് ചെയ്യാൻ പോയെന്നാണ് പറഞ്ഞു. ഫോൺ വിളിച്ചോ? ഞാൻ ഫോൺ വിളിച്ചപ്പം എടുക്കുന്നില്ല. ഇപ്പോഴും വിളിച്ചോ? ഇപ്പോഴും ഞാൻ വിളിച്ചു, ഇപ്പോൾ എടുക്കുന്നില്ല. ബിന്ദുവിൻ്റെ ഭർത്താവുമായി സംസാരിച്ച് പുറത്തിറങ്ങുന്ന ചാണ്ടിയുമ്മൻ ആദ്യം കാണുന്നത് എന്നെയും ആലപ്പുഴ റിപ്പോർട്ടറായിരിക്കുന്ന രഘുനാഥ് നാരായണനെയുമാണ്. ആദ്യം തന്നെ ചാണ്ടി ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പറയുന്നു. തുടർന്ന് ഞാൻ തന്നെ അകത്ത് കയറി ഈ ബിന്ദുവിൻ്റെ ഭർത്താവുമായി സംസാരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ അവർ നമ്മോട് പറയുകയും ചെയ്യുന്നു. ബാത്റൂമിലോട്ട് പോകുമായിരുന്നു. അന്നേരം ഇടിഞ്ഞെന്ന് ഇവർ പറയുന്നു. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, ഞാൻ ബ്ലഡൊക്കെ നോക്കാൻ പോയതായിരുന്നു. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എനിക്ക് വാർഡിലായിരിക്കും വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ബാത്റൂമിൽ പോയത്. വാഷ് ചെയ്യാൻ പോയെന്നാണ് പറഞ്ഞത്. വീട് എവിടെയാ ചേട്ടൻ? അരേലപ്പറമ്പിലാണ്. ഇതേ സമയം തന്നെ പുറത്തിറങ്ങിയ ചാണ്ടിയുമ്മൻ ഇങ്ങനെ ബിന്ദു എന്ന് പറയുന്ന 52 വയസ്സുകാരിയെ കാണാനില്ല എന്ന കാര്യം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നുണ്ട്. അവരുമായി എത്രയും പെട്ടെന്ന് തന്നെ കൃത്യമായ രീതിയിൽ തെരച്ചിൽ നടത്തണം എന്ന കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. ഇടയ്ക്ക് ചാണ്ടിയുമ്മൻ തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി കയർത്ത് സംസാരിക്കുന്നുമുണ്ട്. ഇതിനെല്ലാം തന്നെ തെളിവുകളായി ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുമുണ്ട്. ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ നോക്കണ്ട നിലപാട് ക്രമീകരണം ചെയ്യുക. ആൾക്കാർ ഇങ്ങനെ കൂടി കാര്യമുണ്ടോ? കാരണം അല്ല, അത് കൂടുതൽ അപകടം ഉണ്ടാകാത്ത രീതിയിൽ ക്ലിയർ ചെയ്യണം. അതിനുവേണ്ടി ഫയർഫോഴ്സ് എക്യുപ്മെന്റ്സ് വിളിച്ചിട്ടുണ്ട്, ചെയ്തോളൂ. എത്ര സമയം കൊണ്ട്? 10 മിനിറ്റ്. ഇവിടെ സംശയമുണ്ട്. എൻ്റെ അടുത്ത് ഒരു കുട്ടി വന്ന് പറഞ്ഞു, അമ്മ ബാത്റൂമിൽ പോയെന്ന് പറഞ്ഞു പോയാൽ പിന്നെ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. നമുക്കറിയില്ല എന്താ സാഹചര്യം. റെസ്ക്യൂ നടക്കട്ടെ, ഇത് ആൾക്കാരെ പറ്റിക്കാമെന്ന് വിചാരിക്കണം. ആരുമില്ല എന്ന് പറഞ്ഞു. ഞാനവിടെ കാഷ്വാലിറ്റി പോയി ഒരു കുട്ടിയോട് സംസാരിച്ചു. കുട്ടിക്ക് ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. കുട്ടി പറഞ്ഞ കുളിച്ചോണ്ടിരിക്കുമ്പോഴേ സംഭവിച്ചതാ പറഞ്ഞത്. പിന്നെ എങ്ങനെ ഇങ്ങനെ തെറ്റായ വാർത്തകൾ വരുത്താൻ ശ്രമിക്കുന്നത്? ഇത് ശരിയായ ഒരു കാര്യമല്ല. കൃത്യമായി പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ട വിധത്തിലുള്ള വേഗത്തിലുള്ള തരത്തിലുള്ള ഒരു തെരച്ചിൽ ഇവിടെ ഉണ്ടായില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ വളരെ വേഗത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് വേഗത്തിലുള്ള തിരച്ചിൽ സംവിധാനം ഇവിടെ നടപ്പിലാക്കിയെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ബിന്ദു നമുക്കൊപ്പം ജീവനോടെ ഉണ്ടാകുമായിരുന്നു. ക്യാമറാമാൻ ചോബിൻ തേക്കടിക്കൊപ്പം
ഷിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. അവിടെ ഉണ്ടായ അനാസ്ഥ, ഗുരുതരമായ വീഴ്ച, ദൃശ്യങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ട്. മന്ത്രിമാരുടെ പ്രതികരണം, ഒപ്പം ചാണ്ടിയുമ്മന്റെ പ്രതികരണം, ഈ മരിച്ചുപോയ ബിന്ദുവിന്റെ ഭർത്താവിന്റെ പ്രതികരണം, മകളുടെ പ്രതികരണം എല്ലാം ആ സമയത്തുണ്ട്. പക്ഷേ ഒന്നുമില്ല, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി അവിടുത്തെ ഉദ്യോഗസ്ഥർ ശ്രമിച്ചു. അവിടെ എത്തിയ മന്ത്രിമാരെ തെറ്റിദ്ധരിപ്പിക്കുകയോ അല്ലെങ്കിൽ മന്ത്രിമാരും ഇത് ചെറിയ സംഭവമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നത് വ്യക്തമാവുകയാണ്. രക്ഷാപ്രവർത്തനം വളരെ 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 വൈകിപ്പോയി. ഇങ്ങനെ ഒരു അപകടമുണ്ടായാൽ വേഗത്തിൽ തിരച്ചിൽ നടത്താതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം പല ഘട്ടങ്ങളിൽ അവിടെ ഉയർന്നു. അല്പം കയർത്ത് ശബ്ദമുയർത്തി ചാണ്ടിയുമ്മൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ സംസാരിക്കുന്ന നമുക്ക് കാണാം. അപ്പോഴും ന്യായവാദങ്ങളാണ് അവിടെ ഉണ്ടായിരുന്ന ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നത് വ്യക്തമാക്കുന്ന തെളിവുകളാണ്, ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ സംസാരിക്കുന്നത്. മന്ത്രിമാർക്ക് ഈ ഒരു നിർദ്ദേശം നൽകിയത് ഈ കെട്ടിടത്തിലേക്ക് പ്രവേശനമില്ല എന്നുള്ളത് പറഞ്ഞത് ആശുപത്രി സൂപ്രണ്ടാണ്. അത് ശരി തന്നെയാണ്. പക്ഷേ ആ ഒരു വാദം തൊടാതെ വിഴുങ്ങി എങ്ങനെയാണ് അവർ അപ്പോൾ തന്നെ പറയുന്നത് ഈ കെട്ടിടത്തിന് താഴെ ഒരു മനുഷ്യ ജീവൻ പോലും ഇല്ല എന്ന്? മനുഷ്യനോ മൃഗമോ എന്തോ ആയിക്കൊള്ളട്ടെ, അത്രയും ഒരു മൺകൂനെ അവിടെ കൂടിക്കിടക്കുമ്പോൾ അതിന് താഴെ ഒരു ജീവനും ഇല്ല എന്നൊരു തിരച്ചിൽ പോലും നടത്താതെ എങ്ങനെ ഈ മന്ത്രിമാർക്ക് ഉറപ്പിക്കാൻ കഴിയും? കൃത്യസമയത്ത് തന്നെ ഒരു തിരച്ചിൽ നടന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ കുടുംബത്തിന് ഇത്ര വിങ്ങലുണ്ടാകില്ലായിരുന്നു, ബിന്ദു അവർക്കൊപ്പം ഉണ്ടായിരുന്നേനെ. കൃത്യസമയത്ത് അവിടെ രക്ഷാപ്രവർത്തനം നടന്നില്ല. 2.5 മണിക്കൂറോളം വൈകി ആ മൺകൂനയ്ക്കടിയിൽ എന്തെങ്കിലും ഒരു മനുഷ്യജീവൻ അവശേഷിക്കുന്നുണ്ടോ എന്നറിയാൻ ഒരു തിരച്ചിൽ നടത്താനായിട്ട്. ഗുരുതരമായ അനാസ്ഥ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദ്യഘട്ടത്തിൽ അമ്മയെ കാണാനില്ല എന്ന് മകൾ പറയുന്നുണ്ട്. ഈ ഒരു ബാത്റൂമിലേക്കാണ് പോയത് എന്ന കാര്യവും കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ചാണ്ടിയുമ്മൻ ആ വിഷയത്തിൽ ഇടപെടുന്നതും അവിടെ കയർത്ത് സംസാരിക്കുന്നതുമെല്ലാം ദൃശ്യങ്ങൾ തെളിവായി തന്നെയുണ്ട്. ഷിനോജ് വിവരങ്ങളുമായുണ്ട്. ഷിനോജ്, ഇന്നലെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ആദ്യം ഓടിയെത്തിയ മാധ്യമപ്രവർത്തകനാണ് ഷിനോജ്. ആ ദൃശ്യങ്ങളിൽ കാണാം വലിയൊരു അപകടമുണ്ടായി എന്ന വിവരമറിഞ്ഞ് കെട്ടിടം ഇടിഞ്ഞു വീണു എന്ന വിവരമറിഞ്ഞ് അവിടേക്ക് എത്തുകയാണ്. ആ വിവരം എത്രത്തോളം ശരിയാണ്, അപകടത്തിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടി വേഗത്തിൽ നമ്മുടെ വാർത്താ സംഘം അവിടേക്ക് എത്തിയത്. അതിന് പിന്നാലെ ഈ കെട്ടിടത്തിനുള്ളിൽ ആരുമില്ല എന്ന് ആദ്യം തന്നെ തീർപ്പ് കൽപ്പിക്കുകയായിരുന്നില്ലേ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ? പിന്നീട് അവിടെ എത്തിയ മന്ത്രിമാരും അതേ വാദം ഉന്നയിക്കുകയല്ലേ? ഇതൊരു ചെറിയ അപകടം, സാധാരണ അപകടം, നിസ്സാരമായൊരു സംഭവം എന്ന നിലയിൽ ലഘൂകരിക്കാനുള്ള ശ്രമമാണോ ആദ്യം തന്നെ ഈ തിരച്ചിൽ നടത്താതെ ഉണ്ടായത്? രതീഷ്, ആദ്യഘട്ടത്തിൽ അതായത് ഈ അപകടം നടന്ന നിർണായകമായ ആദ്യത്തെ മണിക്കൂറുകളിൽ ഉണ്ടായ വലിയ രീതിയിലുള്ള വീഴ്ച, പ്രത്യേകിച്ച് 10:30-ക്കാണ് ഈ അപകടം നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ മന്ത്രിമാർ ഉൾപ്പെടെ മന്ത്രിമാരായ വി എൻ വാസവനും വീണ ജോർജും ഉൾപ്പെടെ സ്ഥലത്തെത്തുന്നു. ഉദ്യോഗസ്ഥരോട് അവർ സംസാരിക്കുന്നു. തുടർന്ന് അവർ പ്രതികരണം നടത്തുന്നു. പ്രതികരണം നടത്തിയതിനു ശേഷം ആദ്യം പറയുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ഒരു അപകടം നടന്നു, ഈ കെട്ടിടം നേരത്തെ തന്നെ പഴയ കെട്ടിടമാണ്, കാലപ്പഴക്കം വന്ന കെട്ടിടമാണ്, നേരത്തെ തന്നെ ഇവിടെ ആരും അങ്ങനെ വരാറില്ല, അതിനാൽ തന്നെ മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഇല്ല. ആകെ 3 പേർക്ക് ചെറിയ രീതിയിൽ അപകടം പറ്റിയിട്ടുണ്ട്. അതിൽ ഒരു കുട്ടിയുണ്ട്, 11 വയസ്സുള്ള കുട്ടിയാണ്, വയനാട് സ്വദേശിയാണ്, അലീന എന്ന പേര്. ഇത്രയും മാത്രം കാര്യങ്ങൾ പറയുന്നു. മറ്റ് അതായത് ഈ ആ സമയത്ത് തന്നെ കോൺക്രീറ്റ് പാളി ഉൾപ്പെടെ ഇങ്ങനെ തകർന്ന് കിടപ്പുണ്ട്. അതിനിടയിൽ ആരെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും തരത്തിൽ സജീവമായ രീതിയിലുള്ള കൃത്യമായ രീതിയിലുള്ള വേഗത്തിലുള്ള തെരച്ചിൽ നടത്തണമോ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ ആദ്യഘട്ടത്തിൽ നമ്മുടെ ഭരണ സംവിധാനം കടന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമയം, അതായത് 10:30 മുതൽ ഉള്ള ഒരു ഏകദേശം 1.5 മണിക്കൂറോളം സമയം അതേ രീതിയിൽ തന്നെ കടന്നുപോയി. നമ്മളും അവിടെ നിന്ന് ഇത്തരത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയമുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നത്, അതായത് ഈ 11, 12, 13 അങ്ങനെയുള്ള വാർഡുകളിൽ നിന്ന്, അതായത് ഈ ബ്ലോക്കിൽ നിന്ന്, അപകടം നടന്ന ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി റെസ്ക്യൂ ചെയ്ത് സുരക്ഷിതമായ ഇടത്തിലേക്ക് കൊണ്ടുവന്ന, അത് മറ്റിടങ്ങളിലേക്ക് കൊണ്ടുവന്ന രോഗികൾ, അവരെ മറ്റ് ചില വാർഡുകളിലൊക്കെ തന്നെ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വാർഡുകളിലുള്ള രോഗികളായി ഈ ചാണ്ടിയുമ്മൻ കാണാൻ വേണ്ടി കയറി പോകുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ തലയിലപ്പുറമ്പ് സ്വദേശിയായിട്ടുള്ള ഈ ബിന്ദുവിൻ്റെ ഭർത്താവ് ഇത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചാണ്ടിയുമ്മനോട് പറയുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. അത് സമീപത്തുണ്ടായിരുന്ന ആരൊക്കെ ചേർന്ന് മൊബൈലിൽ പകർത്തുന്നു. തിരിച്ച് ചാണ്ടിയുമ്മൻ ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ അവിടെ നിൽപ്പുണ്ട്, നമ്മുടെ രഘുനാഥ് നാരായണൻ അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ചാണ്ടി പറയുകയാണ്, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഒരു മിസ്സിംഗ് കേസുണ്ട്. പക്ഷേ ആ പേര് ബിന്ദു എന്നാണ് അവരുടെ പേര്, 52 വയസ്സാണ് പ്രായം. പക്ഷേ ഈ കൊടുത്തിരിക്കുന്ന കാഷ്വാലിറ്റി റിപ്പോർട്ടിൽ നിലവിൽ പോലീസ് പറയുന്നതും അത് അവിടുത്തെ സംവിധാനമൊക്കെ പറയുന്നത് 3 പേർക്ക് മാത്രമേ പരിക്കുള്ളൂ. പക്ഷേ ആ പേരിൽ ബിന്ദു എന്ന് പറയുന്ന പേരില്ല. അങ്ങനെ ഒരു മിസ്സിംഗ് കേസുണ്ട്, അത് നിങ്ങൾ കൂടി അന്വേഷിക്കണം. അങ്ങനെ പറഞ്ഞ് ഞാൻ തന്നെയാണ് അകത്തേക്ക് കയറി പോകുന്നു. അപ്പോൾ സമയം 12:55 ആയിട്ടുണ്ട്. അവിടെ ചെന്ന സമയത്ത് ഈ ബിന്ദുവിൻ്റെ ഭർത്താവുമായി സംസാരിക്കുന്നു. ആ സമയത്ത് പോലും അതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതിയുണ്ടോ, എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരു പോലീസുകാരൻ പോലും അവിടെ എത്തിയിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ ബൈറ്റെടുത്ത് കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന സമയത്താണ് 3-4 പോലീസുകാർ അവിടെ വന്ന് ഇത്തരത്തിൽ കാര്യങ്ങൾ തിരക്കുന്നത്. നിങ്ങൾ ആരാണ്, എന്താണ്, ഈ അമ്മ എവിടെയാണ് പോയത്, എപ്പോഴാണ് പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസുകാർ അതിനുശേഷമാണ് തിരക്കുന്നത്. അതായത് നിർണായകമായ ഒരു കാര്യം ഘട്ടം ആ സമയത്ത് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ഒരു തെരച്ചിൽ, ഒരു വേണ്ട രീതിയിലുള്ള തെരച്ചിൽ, ഈ മണ്ണിനടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന തരത്തിലേക്കൊക്കെ പോകുന്ന ഈ ആരെങ്കിലും
ആ തരത്തിലുള്ള തെരച്ചിൽ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് നടത്താമായിരുന്നു. അതേ സമയത്ത് മറ്റൊരു കാര്യം കൂടി എടുത്ത് പറയാൻ രതീഷേ, 12:30-ക്ക് ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മന്ത്രിമാരായ വി എൻ വാസവനും മന്ത്രി വീണ ജോർജും ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ട്. ആ വാർത്താ സമ്മേളനം വിളിക്കുന്നത് പറഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട ഈ സർജിക്കൽ, അതായത് പുതിയ സർജിക്കൽ അതായത് പുതിയ സർജിക്കൽ ബ്ലോക്കിൻ്റെ അവിടെയാണ് ഇത്തരത്തിൽ വാർത്താ സമ്മേളനം വിളിക്കുന്നത്. ഈ സർജിക്കൽ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ അപകടം നടന്ന സ്ഥലത്തിൻ്റെ 300 മുതൽ 400 മീറ്റർ വരെ ദൂരമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും മാധ്യമപ്രവർത്തകർ അവിടെയുണ്ട്. അവിടെ നിന്ന് നമ്മൾ പരസ്പരം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് മന്ത്രിമാർക്ക് ഇവിടെ വന്ന് ആദ്യഘട്ടത്തിൽ മന്ത്രി അപകട സ്ഥലത്ത് എത്തിയതാണ്, അവർക്ക് ഇങ്ങോട്ട് വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു പോയാൽ പോരെ, കാരണം ഇവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പോലീസുകാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, ഇവിടെ വന്നാൽ പോരെ. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിൽ ചിലരൊക്കെ പറയുന്നുണ്ട്, അതിൽ അങ്ങനെയല്ല, അത് ഈ എന്താണ് നമ്മുടെ ഈ സർജിക്കൽ പുതിയ ബ്ലോക്കിൽ ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങളൊക്കെ അറിയണം. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ആ സമയത്ത് പോലും സർക്കാരിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്ന സർക്കാരിൻ്റെ ഒരു PR കണക്ക് എന്തൊക്കെയാണ് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ സർക്കാരുകൾ ചെയ്തത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ആ വാർത്താ സമ്മേളനം. 12:30-ക്കുള്ള വാർത്താ സമ്മേളനം ഇപ്പോഴും യൂട്യൂബിലുണ്ട്, അത് പോയി നോക്കിയാൽ നമുക്കറിയാം. അപകടം നടന്ന് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ അപകടത്തിന്റെ ഒരു ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് വിശദീകരിക്കുന്നതിന് പകരമായി ആരോഗ്യ മേഖലയുടെ മികവ് എത്രത്തോളം ഉണ്ട് എന്ന് അത് പുകഴ്ത്തി കാണിക്കാനായിരുന്നു മന്ത്രിമാർ അവിടെ ശ്രമിച്ചത്. അവിടെ പറ്റിയ ഒരു അപകടം എത്രത്തോളം വലുതാണ്, ഒരു കുടുംബത്തിനുണ്ടായ നഷ്ടം എത്രത്തോളം വലുതാണ് എന്നൊന്നും മനസ്സിലാക്കാൻ ആ മന്ത്രിമാർക്ക് കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് നമ്മളോട് എടുത്തു പറയേണ്ട ഒരു കാര്യം ചാണ്ടി ഉമ്മന്റെ ഇടപെടൽ തന്നെയാണ്. എത്ര പക്വതയോടെയാണ് അദ്ദേഹം വന്നതും അവിടെ തിരച്ചിൽ നടത്തണമെന്ന് പറയുന്നതും മറ്റുള്ളവർ സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ തിരച്ചിൽ നടത്തൂ എന്ന് പറയുമ്പോൾ 3 നില കെട്ടിടം ഇടിഞ്ഞു വീണതാണെന്നൊക്കെ പറഞ്ഞു മറ്റുള്ളവർ എന്തൊക്കെയോ വിശദീകരിക്കുന്നുണ്ട്. ശരി, മണ്ണിമാന്തി യന്ത്രം എത്താൻ കുറച്ച് വൈകി എന്നൊക്കെ മന്ത്രിമാർ ആ ഘട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു. ആ കാലതാമസം നമുക്ക് മനസ്സിലാക്കാം, സമയത്തിന്റെ താമസം മനസ്സിലാക്കാം. പക്ഷെ ഒരുപാട് പേർ കൂടി നിൽക്കുന്നുണ്ടല്ലോ, കൈകൊണ്ടെങ്കിലും അത് എടുത്തു മാറ്റാനുള്ള ഒരു ശ്രമം പോലും അവിടെ ഉണ്ടായിട്ടില്ല. തീർച്ചയായും ആ കണക്കിന് പോലും ഒരു രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഒരു ശ്രമവും അവിടെ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ 1.5 മണിക്കൂർ എന്ന് തന്നെ പറയേണ്ടി വരും. തുടർന്നാണ് ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ ഈ ഒരു ചാണ്ടി ഉമ്മൻ ഇങ്ങനെ അകത്ത് പോയിട്ട് വരുന്നു, ഒരു മിസ്സിംഗ് കേസ് ഉണ്ട് എന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് പറയുന്നു. ചാണ്ടി തന്നെ കയറി സംസാരിക്കുകയാണ്, പെട്ടെന്ന് തന്നെ തെരച്ചിൽ തുടങ്ങണം, ഈ പ്രത്യേകിച്ച് ഈ JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടേക്ക് എത്തണം എന്ന കാര്യങ്ങളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. തുടർന്ന് അങ്ങനെയാണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ അവിടേക്ക് എത്തുന്നു. പെട്ടെന്ന് ഈ കൃത്യമായ രീതിയിലുള്ള ഒരു തെരച്ചിലേക്ക്, അതായത് പെട്ടെന്ന് ഈ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചുള്ള തെരച്ചിലേക്കൊക്കെ തന്നെ നമ്മുടെ സംവിധാനമൊക്കെ തന്നെ കടക്കുന്നത് അതിനുശേഷമാണ്. അപ്പോൾ തന്നെ ഒരു നിർണായകമായ സമയം കടന്നിട്ടുണ്ടായിരുന്നു, ഒരു 1.5 മണിക്കൂർ അപ്പോൾ തന്നെ കഴിഞ്ഞു. ഒരുപക്ഷെ ഈ സംവിധാനം നേരത്തെ തന്നെ എത്തിച്ചിരുന്നുവെങ്കിൽ, യന്ത്രസാമഗ്രികളൊക്കെ തന്നെ നേരത്തെ തന്നെ എത്തിച്ചിരുന്നു എങ്കിൽ ഇപ്പോഴും നവമിക്ക് തൻ്റെ അമ്മയെ കൂടെ കാണാൻ വരുന്നു.